ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇതാ പെരുന്നാളിൻ്റെ തലേസാണ്. പക്ഷെ ഒന്നും പറയണ്ട, പെരുന്നാളിൻ്റെ ഒരു ഇതും തോന്നുന്നില്ല. ഒന്നാമത് എനിക്ക് ഇവിടുത്തെ പെരുന്നാൾ വലിയ ഇഷ്ടമില്ല. നാട്ടിലാകുമ്പോൾ എല്ലാവരും തലേസൊക്കെ എന്ത് രസം, എല്ലാവരും കൂടി ആയിട്ട് മൈലാഞ്ചിയിലും ബഹളവും തെക്കുബീർ ചൊല്ലലും അതും ഇതും. ഇവിടെ ആരും ഇല്ലല്ലോ. അമ്മയും കാക്കി അച്ഛന് പോയിക്കണേ. കസിനുണ്ട്, ചേനും ചേച്ചു അങ്ങോട്ട് പോകണം. പക്ഷെ എന്താ വെച്ചാൽ മോനിക്ക് വയ്യ. ഇന്നലെ രാത്രി മുതലായി പോയി പെട്ടെന്നൊരു പനി. ഒരു കുഴപ്പമില്ലാത്ത ആളായിരുന്നു, പെട്ടെന്നൊരു പനി. മരുന്നൊക്കെ കൊടുത്തിട്ടപ്പോൾ കുട്ടികൾക്ക് പനിയായി അറിയാൻ ചിരിങ്ങി. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് വന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് പോന്ന്. അപ്പോൾ പിന്നെ അവൻ്റെ പിന്നാലെ എന്നെ ആയിരുന്നു, അവനക്ക് വയ്യാത്തതുകൊണ്ട് അങ്ങനെ ആയിട്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഇതുണ്ട് എല്ലാം കൂടിയിട്ട്. അപ്പോൾ എന്തായാലും മൈലാഞ്ചിനെ പോകാൻ വിചാരിച്ചിട്ട് ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല. പക്ഷേ ഞാൻ ഇടയ്ക്ക് പോകണം, അവൾ മൈലാഞ്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. അപ്പോൾ ഞാൻ എന്തായാലും അവനൊന്ന് കുറച്ച് കുറവായപ്പോൾ ഞാൻ വിചാരിച്ച് പെപ്പർ ചിക്കൻ ഉണ്ടാക്കി ചോദിച്ചു. അപ്പം നാളേക്ക് രാവിലേക്ക് എടുക്കാമല്ലോ. നാളെ രാവിലെ എണിച്ചിട്ട് ഇനിയിപ്പോൾ പള്ളിപ്പോക്ക് എങ്ങനെയൊക്കെ ആയിരുന്നു, ഇപ്പോൾ ലേറ്റ് ആവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എന്താണ് എല്ലാവരും പെരുന്നാൾ വിശേഷങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ ചേച്ചും ഷാനും കൂടി അവരും കൂടി ഇല്ലെങ്കിൽ നമുക്ക് തലക്ക് ഭ്രാന്ത് പിടിച്ചാൽ ഉണ്ടാവട്ടെ ഇവിടെ. എനിക്ക് പെരുന്നാൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഭ്രാന്താ. ഷാനൊക്കെ എല്ലാതും നോർമലാണ്, എല്ലാതും അങ്ങനെ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. പെരുന്നാളായി അങ്ങനത്തെ ഭയങ്കര കൂടുതൽ നാട്ടിൽ നിന്നേൻ്റെ ആവും. ഞാൻ കൂടുതൽ നാട്ടിലായിരുന്നല്ലോ. അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടിയായിട്ട് ഭയങ്കര വൈബില്ല. അവിടെ നമ്മൾ ഇങ്ങോട്ട് ഒരു നമ്മൾ സർക്കിൾ മാത്രമായിട്ട് ഒതുങ്ങുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്, അതൊരു അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ 2-3-4 പെരുന്നാൾ കൂടി ആയാൽ പിന്നെ അത് നോർമലൈസ് ആവും. ഇപ്പൊ അതിൻ്റെ ഒരു വ്യത്യാസമൊക്കെ നാട്ടിലത്തെ ഒരു കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഒരു ഇതിന് കഴിഞ്ഞ പ്രാവശ്യം ഉമ്മയെങ്കിലും ഉണ്ടാവുന്നുണ്ട്, പിന്നെ ഒരു ഇതുണ്ടെന്ന്. ഇപ്രാവശ്യം ഉമ്മയില്ലല്ലോ. പിന്നെ ചൂടാണ് മെയിനായിട്ട്. ചൂടായിട്ട് എങ്ങോട്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ല, നല്ല ചൂടാ ഇവിടെ. ഞാൻ ശബക്കട പോണേ എങ്ങോട്ടേലൊക്കെ പോകണം. ചൂടായാലും നമുക്ക് എങ്ങോട്ടേലൊക്കെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. എന്തായാലും നോക്കി നോക്കട്ടെ. ഞാൻ ഇപ്പോൾ ഇതാ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുക. ഞാൻ അതൊന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് അയ്പൂനെ ഒന്നുകൂടി മരുന്ന് കൊടുത്തൊന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് ഒതുക്കിയിട്ട് വേണം പോവാൻ. അങ്ങനെ നമ്മൾ പെപ്പർ ചിക്കനിൽ തക്കാളി ഒന്നും അധികം ഇടില്ലല്ലോ, കുറച്ചല്ലേ ഇടുള്ളൂ. അപ്പം ഞാൻ ഒരു ചെറിയ തക്കാളി ഇവിടെ എടുക്കണുള്ളൂ കേട്ടോ, അധികം ഇടുന്നില്ല. പുളി ടേസ്റ്റ് അധികം വേണ്ടല്ലോ നമുക്ക്. പെപ്പർ ചിക്കൻ പിന്നെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറയണില്ല, അപ്പം എല്ലാവർക്കും അറിയാവുന്ന. എന്നോട് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിടും. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് വെച്ചേക്കിട്ടാ. ശരിക്കും ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് പെപ്പർ ചിക്കൻ. ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കി തരും. വലിയ അങ്ങനെ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ എളുപ്പമാണ് ശരിക്കും പറഞ്ഞ് ഉണ്ടാക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പുഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചിട്ടില്ല ലോട്ടസ് ബിസ്കോട്ടിന്റെ വെച്ച് പുഡിംഗ് ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്ക് വയ്യാണ്ട് അതിൻ്റെ ഒരു മൂഡ് ഉണ്ടായില്ല. അപ്പം ഞാൻ പുഡിംഗ് ക്യാൻസലാക്കി. അങ്ങനെ ഒരിതില്ല, നോക്കട്ടെ എന്തായാലും. എന്ത് പറ്റിയായി പുനെ? എന്ത് പറ്റി? എന്താ പറയ? പനിയാ? പുനൊരു പനിയാ? അങ്ങനെ കറിതാ വെള്ളം ഒഴിക്കണ്ട കേട്ടോ, തീരെ വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ ഒന്ന് ഇതാക്കി വെച്ചാൽ മതി. കുറച്ച് കഴിഞ്ഞ് വെള്ളം ഇറങ്ങി വരും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പം ഞാൻ ഫസ്റ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കാൻ പോകണുള്ളൂ. ഓക്കെ, നമ്മൾ കറിയൊക്കെ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ടോ? ഡാൻ. പനി എങ്ങനെയുണ്ട് ഇപ്പോൾ? കുറച്ച് പനി പോയാ? അപ്പം ആശ്വാസം ഉണ്ടാ? കുറച്ച് പനി എന്തായാലും കുറഞ്ഞ സമാധാനം മരുന്ന് കൊടുത്തപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനി മൈലാഞ്ചിയിൽ അങ്ങോട്ട് പോട്ടെ. അങ്ങനെ അവിടെ എത്തിയിട്ട് ആദ്യം തന്നെ ഇതാ ഫുഡ് കഴിക്കണം. അങ്ങനെയല്ല, അവൾ പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ടേസ്റ്റ് ചെയ്തൊക്കെ ഒരു വേറെ സ്റ്റൈലാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് തന്നതാണേ. അപ്പോൾ നല്ല പാസ്ത ആയിരുന്നു, ടൊമാറ്റോയുടെ ഫ്ലേവറൊക്കെ ആയിട്ട്. നമ്മൾ കൂടുതലും വൈറ്റ് സോസ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് വേറൊരു തരം ഫ്ലേവറായിട്ടുള്ള പാസ്ത ആയിരുന്നു. അപ്പം ഞാനിതൊന്നും ഇടയിൽ കൂടെ അയ്പൂനും കൊടുക്കാൻ വേണ്ടി കുറച്ച് നോക്കി. കാരണം അവന് ഉച്ചക്കൊന്നും തിന്നിട്ടിരുന്നില്ല പനിയായിട്ട്. അപ്പോൾ അവനക്കൊന്ന് പനി വിട്ട് വിശന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് പാസ്ത കുറച്ച് കഴിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ആയിട്ട് ടേസ്റ്റ്. പിന്നെ അവിടെ നിന്ന് വർത്താനം. അപ്പോൾ ഞാനത് മ്യൂട്ടാക്കിയത് വർത്താനം എന്തൊക്കെയോ വർത്താനങ്ങളാണ് പറയണത്. അപ്പോൾ അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ചിട്ട് അത് മ്യൂട്ടാക്കി ഇട്ടത്.
പിന്നെ അങ്ങനെ തിന്നൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മൈലാഞ്ചി ഇടാൻ ഇരുന്നിട്ടാ. ഇപ്രാവശ്യത്തെ മൈലാഞ്ചി ട്യൂബ് നല്ല സ്മൂത്തായിട്ട് ഇടാൻ പറ്റുന്നിരുന്നിട്ട് നമ്മൾ അപ്പുറത്തെ വില്ലേത്ത് ഇത്ത് തന്നായിരുന്നിട്ടാ. അവരിങ്ങനെ മൈലാഞ്ചി വെക്കേണ്ടിയിരുന്നു. ഇവള് പിന്നെ നന്നായി മൈലാഞ്ചി ഇടും കേട്ടോ, നല്ലപോലെ ഇടും, സ്പീഡും ഉണ്ട്, അങ്ങനെ സ്ലോ അല്ല മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട്. അവളെ കൈ കണ്ടില്ല, തലേസ് ഇട്ടിട്ട് ഓൾറെഡി നല്ലോണം ചോത്തിയായിരുന്നു. എനിക്കും അങ്ങനെ ഇട്ടാൽ മതിയായിരുന്നു, എൻ്റെ അങ്ങനെ അങ്ങോട്ട് ചോത്തില്ല. ഹലോ ഗായ്സ്, ഇത് ജാസിക്കുട്ടിയുടെ വലക്കേത്ത വീഡിയോ ആണ് ഇട്ടുകൊടുക്കുന്ന ചാനൽ. ഇതെന്താ ഈ പല്ല് നമുക്ക് മാറ്റണ്ടേ? വേറെ ജുജു ഫെവിക്കൊക്കെ ചോട്ടി ചേർത്തേ, ജഡ്ജു ആലിമിന് പല്ലെടുത്ത് വെച്ചേർത്തേ. അങ്ങനെ ഇതാ മൈലാഞ്ചിയൊക്കെ സെറ്റായി ഒരേപോലത്തെ 2 ഡിസൈനാണ് പുറത്തിട്ടത് കേട്ടോ. ഇനി ഉള്ളിൽ ചെറുതായിട്ട് ഞാൻ ഇട്ടാൽ മതിയെന്ന് അങ്ങനെ പറഞ്ഞിരുന്നേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്കിങ്ങനെ ഫുള്ളായിട്ട് ഇടുന്നത് ഇഷ്ടം. പക്ഷെ അതിന് നമുക്ക് നേരല്ല, അവൾക്കും കുട്ടിയുണ്ട്, അമ്മളും കുട്ടിയുണ്ട്. പെരുന്നാളൊക്കെ ആയിട്ട് അവർ ഡ്രസ്സ് മേടിച്ചിരുന്നു ടൈബൂന്, നല്ല സ്റ്റൈലിഷ് ഡ്രസ്സ്. പക്ഷെ കുറച്ച് വലുതാണ്, ഇപ്പം ഇടാൻ പറ്റില്ല. പക്ഷെ എനിക്കിഷ്ടമായി. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു അവിടെ. അങ്ങനെ മൈലാഞ്ചൊക്കെ ഇട്ട് വന്ന് ഇവിടെ ഇങ്ങനെ മൈലാഞ്ചിട്ട് വന്ന് ഐബൂനിപ്പോൾ കുറച്ചായിട്ട് വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് നല്ല സമാധാനമുണ്ട്. ഇനി രാത്രി കുഴപ്പമില്ലാതെ ഉറങ്ങിയാൽ മതി. അപ്പോൾ നാളെ നമുക്ക് ഓക്കെ ആവും. രാത്രി മരുന്ന് കൂടി കൊടുക്കണം. അങ്ങനെ ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് എടുക്കണം. ഈ തുമ്പാറക്കിൻ്റെ മൈലാഞ്ചിക്ക് ഇതാ അത്യാവശ്യമൊക്കെ ചോത്തക്കണം. പിന്നെ നമ്മൾ തലേസറുണ്ട്, ഞാൻ ഇന്നലെ അല്ലേ ഇട്ടുള്ളൂ. ഇപ്പോൾ ഇതാ ഞാൻ രാവിലെ എണിച്ച്, നാട്ടിലൊക്കെ ആകുമ്പോൾ രാവിലെ എണിച്ച് 6 മണി 6:30 കുളിക്കുകയും പള്ളിയിൽ പോകുന്ന ഒന്നും നടന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവന് നല്ല ഇടക്കിടക്ക് എണിച്ചിരുന്നേ. രാത്രി കുഴപ്പമുണ്ടായിരുന്നു, പക്ഷെ ഒന്നും ഉറങ്ങി വെച്ചപ്പോൾ എന്തോ ബുദ്ധിമുട്ട്, അവനക്ക് ഇടക്കിടക്ക് എണിക്കുക. പിന്നെ ഉറക്കം ശരിയായില്ല, പിന്നെ പള്ളിയിൽ പോക്ക് നടന്നില്ല, പിന്നെ രാവിലെ എണിച്ച് കുളിച്ചിട്ടില്ല. ഞാൻ പത്തിരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഇന്നലെ പെപ്പർ ചിക്കൻ, അപ്പം അതിൻ്റെ കുറച്ച് പണിയാക്കി വെച്ചിട്ട് വേഗം പോയി കുളിക്കാൻ വിചാരിച്ച്. അപ്പം അങ്ങനെ ആയിട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എണിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ടിരുന്നാൽ മതി. പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ പത്തിരി തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇതാ പത്തിരി പരിക്ക് നിന്നേക്ക് കേട്ടോ. പക്ഷെ ഞാൻ കുറേ ആയി ഉണ്ടാക്കിയിട്ട്, ഉമ്മ വന്നു പോയതിന് ശേഷം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അതിന് ശേഷം ആയാലും അമ്മിയെ 2-3 വട്ടം പത്തിരി ഉണ്ടാക്കി കൊടുന്നേന്ന് ഉണ്ടാക്കിയിട്ടേ ഇല്ല. അപ്പം പിന്നെ ഞാൻ മുമ്പ് ഒരു എളുപ്പത്തിൽ പത്തിരി ഉണ്ടാക്കിയിരുന്നു, അതായിട്ട് ഉണ്ടാക്കി നോക്കട്ടെ. പക്ഷെ എന്താ വെച്ചാൽ എൻ്റെ പ്രസ് നാശമായി, കുറേ ആയിട്ട് പരുത്താത്തതുകൊണ്ട് ഒരു എക്കാസൊക്കെ ഉണ്ട്, പരുത്തിയ ശരിയാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ എന്തായാലും ഉണ്ടാക്കാം. പെരുന്നാളായിട്ട് രാവിലെ പത്തിണ്ടാക്കുക റാഹത്തല്ലേ. ഈ പത്തിരി ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ടാണ്, മറ്റേതിൻ്റെ പോലെ അത്ര പണിയൊന്നുമില്ല. ഞാൻ അതിൻ്റെ റെസിപ്പി മുമ്പത്തെ ഏതോ എൻ്റെ വ്ളോഗിൽ കാണിച്ചിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുകയാണെന്ന് വെച്ച് ഞാൻ വേറൊരു വ്ളോഗിലായിട്ട് കാണിച്ചു തരാം കേട്ടോ. എളുപ്പത്തിലാക്കാൻ പറ്റും, ഒന്ന് നമ്മൾ നോക്കിയാൽ മതി, വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളൂ. പിന്നെ അധികം പണിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ വേഗം ആക്കി കഴിഞ്ഞിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരത്തേണ്ടത് മാത്രമാണ് എനിക്കൊരു പ്രശ്നം. കുറേ ആയിട്ട് പരുത്താറില്ല, പ്രസ്സിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു എക്കാസൊക്കെ ഉണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം റൗണ്ടിൽ പരുത്തി എടുത്തിട്ട്, പക്ഷെ കുറച്ച് നേരം പിടിച്ച് പരത്തി സെറ്റാക്കി എടുക്കാമെന്നുള്ളൂ. കണ്ട റൗണ്ടൊക്കെ ആയി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ചടപടേ ഓട്ടേന്ന് കുളിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. വേഗം കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി വന്ന്, കാരണം നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്ട് പുറത്തേക്ക്. അപ്പോൾ അതിനായിട്ട് മുമ്പ് ഫോട്ടോ എടുക്കണം. അപ്പോൾ നമ്മൾ ലേറ്റ് ആയിരുന്നു, ഓൾറെഡി നാട്ടിൽ നിന്ന് എല്ലാവരും ഫോട്ടോ ഗ്രൂപ്പിലൊക്കെ ഇട്ട് തുടങ്ങിയിരിക്കണം. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തിട്ടില്ല. പിന്നെ വേഗം ചടപ്പെട്ടേന്ന് ഒരുങ്ങി അങ്ങോട്ട് പോകുന്ന കേട്ടോ. എൻ്റെ ഡ്രസ്സ് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മുടിയൊക്കെ നല്ല ബ്ലോ ഡ്രൈയൊക്കെ ചെയ്ത് സെറ്റാക്കി ഇട്ടേക്ക് കേട്ടോ. വേഗം ഒരുങ്ങി ലിപ്സ്റ്റിക്ക് മാത്രം ലാസ്റ്റ് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പെരുന്നാളായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു അറിവറിയാണല്ലോ, ഫോട്ടോ കണ്ടാൽ പിന്നെ എനിക്ക് ആകതാവും. നാട്ടിൽ എല്ലാവരും ഫോട്ടോ ഞാൻ നമ്മൾ ഫോട്ടോ എടുത്തിട്ടില്ല, വേഗം എടുക്കുക വേഗം. പക്ഷെ എന്താ ചൂട്, നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ചൂടത്ത് ഫോട്ടോ എടുക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ എളുപ്പമേ ഇല്ലല്ലോ. രാവിലെ പള്ളിയിലും പോകാത്തതുകൊണ്ട് പിന്നെ വേഗം ഞാൻ
ഇല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പള്ളിയിൽ പോയോണ്ട് പിന്നെ അത് കഴിഞ്ഞ് വേഗം അധികം ഇതാക്കാണ്ട് വേഗം പോയി ഫോട്ടോ എടുത്തു. ചൂടും ഉണ്ടായിരുന്നില്ലല്ലോ, പ്രാവശ്യം ഇറങ്ങാൻ പറ്റണ്ടേ ചൂടായിട്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ തട്ടിമുട്ടി നിന്നത്. പിന്നെ ഇവനിക്കും വയ്യായിരുന്നല്ലോ, അപ്പം പിന്നെ കുറച്ചിങ്ങനെ ലേറ്റ് ആയാലും കുഴപ്പമില്ല ചേച്ചി. എൻ്റെ കമ്മൽ കുറച്ച് ഓവറായോ, മാക്സിന് ഞാൻ എടുത്ത് ഇട്ടപ്പോൾ കുറച്ച് ഓവറായി പോലും. പക്ഷെ അല്ല, ഓവറായില്ല, ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ അല്ലേ. ഫോട്ടോ ഒക്കെ ഇറങ്ങിയാലോ, എന്തൊരു ചൂടാണ്. ഞങ്ങളിതാ ഒരുങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ ഡ്രസ്സ് എനിക്ക് ഫുള്ളായിട്ട് ഒരുങ്ങിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഈ കളർ എൻ്റെ ഇല്ല, ഒരു തരം പീച്ച് റോസ് പോലത്തെ. എങ്ങനെയൊക്കെ കുറച്ച് ഫോട്ടോ എടുത്തിട്ട് വേഗം സേത്തൂനിക്ക് ഇട്ടിട്ട് നല്ല ചൂടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഉണ്ട് ജാതക്കുള്ള ആൾക്കാർ, ക്യൂവ്. അപ്പം പിന്നെ നമ്മൾ വിചാരിച്ചു നമ്മളെപ്പോലെ തന്നെ കുറേ ആൾക്കാർ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല പെരുന്നാളിന്. ഇരുന്ന് ഉപ്പാടളകി ഫുഡ് കിട്ടാൻ. ഏകദേശം ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് ഫുഡ് വരാൻ വേണ്ടി വിശന്ന് പറഞ്ഞാൽ ഊപ്പാടളകിയായിരുന്നു. പക്ഷെ അവിടുത്തെ മട്ടൻ ബിരിയാണിക്ക് നമ്മൾ എത്ര വെയിറ്റ് ചെയ്താലുള്ള അയപ്പുണ്ടല്ലോ, അടിപൊളി. ഞങ്ങളൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും തിന്നണ്ടാവായിരിക്കും. അപ്പോൾ പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് മട്ടൻ ബിരിയാണി എല്ലാം വിചാരിച്ചിട്ട് നല്ല ടേസ്റ്റുള്ള ബിരിയാണി ഇരുന്നിട്ടാണ്. പിന്നെ ചിക്കനും ഈ സമയമാകുമ്പോഴത്തേനും അയവ് ക്ഷീണം കൊണ്ട് അങ്ങനെ ഉറങ്ങിപ്പോയി. അപ്പോൾ അവനക്ക് പിന്നെ ഫുഡ് കൊടുക്കാനും പറ്റിയില്ല. അതുവരെ അവൻ ചിക്കൻ വേണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യുക, തിരക്കും കാര്യങ്ങളായിട്ട്. നല്ല മട്ടൻ ബിരിയാണി ഇരുന്നിട്ടാണ്. പക്ഷെ മട്ടൻ അങ്ങോട്ട് എന്നിട്ട് അത്ര ഒരു വേവ് കുറച്ച് കുറവുണ്ടായിരുന്നു എനിക്ക് തോന്നി. ബാക്കിയൊക്കെ നൈസ് ചെയ്യുന്നു. പിന്നെ അവർ പരിപ്പ് പായസം, അയ്യോ അത് വേറെ ലെവല്. അങ്ങനെ നേരെ ഫുഡൊക്കെ വെച്ച് ഇറങ്ങിയിട്ട് എന്തായാലും പുറത്ത് പാർക്കിൽ അങ്ങനെ ഒന്നും പോകാൻ പറ്റില്ല, നല്ല ചൂടല്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് മാളിക്ക് എവിടെയെങ്കിലും പോവാം, വില്ലേജ് മാളിക്ക് പോവാം. എന്നിട്ട് പിന്നെ അവിടെ ഒന്ന് കറങ്ങിയിട്ട് വേണമെങ്കിൽ ഫോട്ടോസ് പോലെ പാർക്കിൽ പോയിട്ട് എടുക്കാനുള്ള മൈൻഡ് സെറ്റിൽ അങ്ങനെ പോയി. അവിടെ അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ, മാളിൽ നോർമലായിരുന്നു. അവിടെ എന്തൊക്കെ ഗെയിമും കാര്യങ്ങളൊക്കെ ചെറിയ ഗെയിമുകളും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ പിന്നെ അവിടെ പോയിട്ടൊക്കെ ഒന്ന് നോക്കി. എനിക്കെൻ്റെ ഡ്രസ്സ് ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്, എടുത്തനെ കാട്ടിയും. അതായത് എടുത്തുമ്പോൾ അത്ര അങ്ങനെ ഉണ്ടായിരുന്നില്ല, പക്ഷേ എല്ലാമായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല ഇഷ്ടമായി. നല്ല കളർ കോമ്പിനേഷൻ, എനിക്ക് ഇങ്ങനത്തെ കളർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി എടുത്താണ്. നല്ലതില്ലേ, നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടു നിങ്ങൾക്ക് ഡ്രസ്സ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യും. കമ്മലും ഇട്ട് വന്നപ്പോൾ അതിന് നല്ല മാച്ചായിരുന്നു. അപ്പോൾ അവിടെ നല്ല ലേറ്റ് ഉണ്ട്, മാളാകുമ്പോൾ നല്ല ലേറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ് ഷോ ഇറക്കാൻ. ഉച്ചക്കൊന്നും തിന്നിട്ടില്ല, ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും വേണം അത് മേടിച്ചാൽ അതും തിന്നിട്ടില്ലല്ലോ. ഇന്ന് രാവിലെ വേറെ ഒന്നും തിന്നിട്ടില്ലല്ലോ ഈ? ആ തിന്നണ്ട കേട്ടാ. ഇപ്പൊ പനി എങ്ങനെയുണ്ട് എനിക്ക്? കുറവാ? നമ്മളെവിടെ വന്നിക്കണേ? സൂ. അത് ഇതെവിടെടാ? വില്ലേജ് മാൾ. എവിടെ? അവൻ്റെ കാര്യം പിന്നെ ഇന്ന് പറയണ്ട, ഒന്നും തിന്നിട്ടുണ്ടായിരുന്നില്ല. പനിയൊക്കെ ഈ സമയത്ത് നല്ല പോലെ ഉഷാറായിട്ട് വിട്ട് നല്ല ഉഷാറായിട്ടുണ്ടെന്ന്. ഫുൾ ഓട്ടം ചാട്ടം കളികളൊക്കെ ഇരുന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടാ, കുറച്ച് നേരം ഇരുന്നിട്ട് ഇങ്ങനെ ഈ വില്ലേജ് മാളിക്ക് ഭയങ്കര ഇഷ്ടം കാണാൻ വേണ്ടി. ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ്, ആ ഒരു ഓപ്പണിംഗ് ഉള്ളതുകൊണ്ടേ. ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഫുള്ള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഒന്നും വാങ്ങിയിട്ടില്ല, പക്ഷെ ഷോപ്പിംഗ് കഴിഞ്ഞ് പറയണം. അങ്ങനെ പിന്നെ അന്ന് പിന്നെ പാർക്കിക്കൊന്നും പോയില്ല കേട്ടോ. അവിടെ നിന്ന് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കറങ്ങിയപ്പോൾ എല്ലാവർക്കും ടയേർഡായി. നമ്മൾ ഒന്നാമത് കുറേ വെയിറ്റ് ചെയ്തിട്ടും എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് ടയേർഡ് ഫീൽ തോന്നിയിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ ഇനി പാർക്കിക്കൊന്നും പോകാൻ നിൽക്കണ്ട വിചാരിച്ചിട്ട് വീട്ടിലേക്ക് പോയിട്ടോ. നമ്മൾ വേഗം പ്രാവശ്യം കയറി, ഒരു 6 മണിയൊക്കെ ആകണ്ടോ, ലേറ്റ് പോയിട്ടുണ്ടല്ലോ. 6 മണിയൊക്കെ ആകുമ്പോൾ പ്രാവശ്യം വീട്ടിലേക്ക് അങ്ങനെ പോവാൻ വിചാരിച്ച്. പിന്നെ ചൂടല്ല, എങ്ങോട്ട് പോവാനാ. അങ്ങനെ വീട്ടിലെത്തി എൻ്റെ ഡ്രസ്സ് എങ്ങനെയിട്ട് കമൻറ്റ് ചെയ്തിട്ട് ഫുള്ള് ഇട്ടപ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, കമ്മലൊക്കെ ആയിട്ട്. വീട്ടിലെത്തി ലെൻസ് വെച്ചിട്ട് എന്നൊക്കെ വെയിലത്ത് ഇറങ്ങിയിട്ട് കണ്ണ് ഭയങ്കര ലെൻസൊക്കെ ഒന്ന് ഊരി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി. ആയിപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ലെന്ന്, ഞാൻ അവന് കുറച്ച് എന്തെങ്കിലും ഇതാക്കിയിട്ട് കൊടുക്കണം. നോർമലി ഇതെന്ത് ജസ്റ്റ് ഭക്ഷണം കഴിക്കാൻ പോയി പുറത്തു പോയി ഫോട്ടോസൊക്കെ എടുത്ത് വന്നാൽ അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിതാ പെരുന്നാളിൻ്റെ പിറ്റേസ് രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്ക് കേട്ടോ. ആദ്യത്തെ പ്ലാന് ദോശ അങ്ങനത്തെ ഒക്കെ ഇരുന്നു, പക്ഷെ അതിപ്പോൾ ലേറ്റായിപ്പോയി. ഇപ്പോൾ നമ്മളൊരിക്കൽ ഉമ്മക്കുള്ള സമയത്ത് വൈകിട്ടൊരു മർസ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അടുത്തുനിന്ന് ഒരു പാൻ കേക്ക് കഴിച്ചു, നല്ല ടേസ്റ്റിനായിരുന്നു. അതിപ്പോൾ അത് ലക്ഷ്യം വെച്ചിട്ടാണ് പോണത്, രാവിലെ ഉണ്ടാവില്ലെന്ന് അറിയില്ല. ഒരാൾക്ക് പനി ഓക്കെ ആയിട്ടില്ല, അതാണ് ഉറക്കത്തിൽ നിന്ന് അങ്ങോട്ട് എണിപ്പിച്ച് കൊണ്ടിരുത്തിയേക്കാണ്.
ഓക്കെ ആയിട്ടില്ല അവനക്ക്. രാവിലെ വീണ്ടും ചെറുതായിട്ട് പനി വന്നു പോയി നിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഉറക്കത്തിൻ്റെ അതിൻ്റെ ഒക്കെ ഒരു അന്തപ്പിൽ ഉപ്പുള്ള അവിടെ ഇരിക്കുന്നുണ്ട്. അയ്യോ ഇതാ നമ്മുടെ ഇത് മർസ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ കട. വരുന്നവർ വന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചായ് സ്റ്റോറി ഞങ്ങൾക്ക് പേരിട്ടാണ്ടായിരുന്നു. ഇവിടുത്തെ പാൻ കേക്ക് വേറെ ലെവലാണ്. ഞാൻ തിന്നിട്ട് പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ യൂട്യൂബിൽ കാണുന്നവർ വന്ന് നോക്കി. ഇത് ഏത് അബൂമറല്ലേ ഐൻഖാലിദിന്റെ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ തൊട്ടപ്പുറത്ത് ചായ് സ്റ്റോറി. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കണ്ടാൽ തന്നെ അത്രയും സോഫ്റ്റാണ്. കടങ്ങനെ സോഫ്റ്റ്. മസ്ത് വേണ്ട. നമുക്കൊരു സാൻഡ്വിച്ച് ആകുമ്പോൾ പാവങ്ങൾ പൈസ. പിന്നെ മർസയിലൊക്കെ കയറി ഒരു കുട്ടി ഷോപ്പിംഗ് 2-3 സാധനങ്ങളൊന്ന് റീസ്റ്റോക്ക് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്ന് നോക്കിക്കൊണ്ടിരിക്കട്ടെ. ഇവിടെ വെച്ചെങ്കിൽ തിരക്കേ ഉണ്ടായിരുന്നില്ല. വേഗം എടുത്ത് പോകാൻ പറ്റിയൊരു സന്ദർഭമായിരുന്നു. ആപ്പിളത് ഇപ്പൊ പനി എങ്ങനെയുണ്ട്? പനി എങ്ങനെയുണ്ട് പറയും? മാറിയാ പനി? ഇപ്പൊ ഉഷാറായില്ലേ? ഇപ്പൊ നോക്കട്ടെ. വെറുതെ കൈ പിടിച്ചിരിക്കോ? എങ്ങോട്ട് പോണേ? ചെമ്മീൻ്റെ ഒരു ഇതാണ് നമ്മൾ ക്ലീൻ ആക്കി. ഞങ്ങൾ ഉച്ചക്ക് കയറി റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഇപ്പൊ ഫയർ വർക്ക് കാണാൻ പോവാണ്. ഫയർ വർക്ക് ഖത്താറയിലാണ് പോണത്. അവിടെ എപ്പോൾ എത്തും ഫയർ വർക്ക് കാണാൻ പറ്റുമോ ഇല്ലേ ഒന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഷാമേക്കയുടെ ടീഷർട്ട് അടിച്ചു മാറ്റി. റെഡ് ആൻഡ് റെഡ്. എൻ്റെ കൈപൂനി ഡ്രസ്സ് നല്ല ഇഷ്ടമായിട്ട്. അന്ന് നമ്മളെടുത്ത ടീഷർട്ടും ട്രൗസർ സൂപ്പറായില്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങളങ്ങനെ മെട്രോ ഒഴിവാക്കി കാർ എടുത്തത് നല്ല ഓപ്ഷൻ ആയിരുന്നു കേട്ടോ. മെട്രോയിൽ പോയവരൊക്കെ പറഞ്ഞു നല്ല തിരക്കായിരുന്നു, അവിടെ എത്താൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് എന്താണാവോ കാറിൽ പോയപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളും ഉണ്ടായില്ല, വേഗം എത്തുകയും ചെയ്ത്. വെറുതെ ഞാൻ പറഞ്ഞില്ലേ തിന്നൂലാന്ന്. ഇരിക്കണോക്ക് എന്തിനു ടേസ്റ്റ് അത്? കാറിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങൾ മെട്രോയിൽ പോയെന്ന് വെച്ചാൽ പിന്നെ കാറിൽ തന്നെ പോകും. പറഞ്ഞാൽ ഖത്തറിൽ ഇത്ര ചൂട് ഞാൻ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. വാവ്, നിന്ന് 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 നിലത്തന്നെ ഇരുന്നു ഞങ്ങൾ. വേറെ രക്ഷയില്ല. 8 മണി 8:30 ആയിപ്പോയി. നിലത്തിരുന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഖത്താറ പോയിക്കോ. ചൂട് ചൂട് ചൂട്. എത്ര ചൂട് ഖത്തറിൽ ആദ്യമായിട്ട് സത്യം. ഞാൻ അത്ര ചൂടത്തുണ്ടാവാറില്ല. അയ്യോ ചൂട് ഇപ്പൊ എന്താന്ന് അറിഞ്ഞു. അപ്പൊ നേരിന് ചൊറിയ 8 മണി എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച ഞങ്ങള് 8:30 എല്ലാ സിനിമയും പോണം പറയും പൊട്ടിക്കും. അതുപോലെ 8 മണി 8:30 പറഞ്ഞ് ഞങ്ങളെ മനസ്സ് പൊട്ടിക്കുക. അതൊക്കെയാണ് എൻ്റെ ഒരു വിനോദം.
അങ്ങനെ നമ്മൾ ടൈമൊക്കെ തെറ്റി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ചൂടൊക്കെ എടുത്ത് ആകെ പ്രാന്തായെങ്കിലും വെറുത്തത് വെയിറ്റ് എന്ന് പറയാം. അതായത് അടിപൊളിയായിരുന്നിട്ട് ഫയർ വർക്ക്. കുറച്ച് വെയിറ്റ് ചെയ്താലും നല്ല സൂപ്പറായിരുന്നു. പിന്നെ നമുക്ക് അത്ര കുറച്ച് ഫ്രണ്ട് നിന്നിട്ട് തന്നെ കാണാൻ പറ്റി. കണ്ട നല്ല വ്യൂവും കിട്ടി. അത്ര ബാക്കിലായിരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ വേഗം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ഫ്രണ്ട് വ്യൂവിൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റിയിട്ടാ. നല്ല രസമുണ്ടായിരുന്നു. നാട്ടിൽ നമ്മൾ ഫയർ വർക്ക് അങ്ങനെ ഒന്ന് പൂരപ്പറമ്പിൽ പോയി കാണാറില്ലല്ലോ. പക്ഷെ ഇവിടെ നല്ല വൈബായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ഫയർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ചു. നമ്മൾ ബർവയിലുള്ള FFC കട്ട് പോയത്. എപ്പോഴും നമ്മൾ KFCയും കാര്യങ്ങളെല്ലാം തിന്നുക. അങ്ങനെ വിചാരിച്ചു ഇപ്രാവശ്യം FFC ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇവർ ഷാമിയൊക്കെ ഫ്രണ്ട്സൊക്കെ മുമ്പ് കഴിച്ചായിരുന്നു, വലിയ തിരക്കേടില്ല പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയിട്ടാണ്. നല്ലായിരുന്നു, എനിക്കിഷ്ടമായി. വലിയ പ്രശ്നവും നല്ല ക്രിസ്പി ആയിരുന്നു. അതാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. ചിക്കനൊക്കെ നല്ല ക്രിസ്പി ആയിരുന്നു. പക്ഷേ ഫ്രഞ്ച് ഫ്രൈസ് അതൊരു 5 പൈസക്കുള്ളില്ല. എൻ്റെ മോന് സ്പൈസി ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പറഞ്ഞപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മേലെ കൂടെ എന്തോ ഒരു മുളക് പൊടി ഇട്ട് തന്നിക്കുക. അത് തീരെ കൊള്ളില്ലായിരുന്നു. പക്ഷേ ചിക്കൻ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണാം. ഈ വ്ളോഗ് നല്ല ലേറ്റായി എനിക്കറിയാം, സോറി.